നമസ്കാരം. അന്നം തന്ന മണ്ണും മണ്ണിൽ പണിയാൻ മനുഷ്യരുമില്ലെങ്കിൽ അന്നം തിന്ന കൈകൊണ്ട് മനുഷ്യന് മണ്ണ് തിന്നേണ്ടി വരും. മഹത്തായൊരു വചനമാണ്. ശുദ്ധമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ലഭിക്കാതെ വരുന്നത് നമ്മൾ മലയാളികളുടെ മടി കൊണ്ടാണ് എന്ന് പൊതുവേ ഒരു ചൊല്ലുണ്ട്. എന്നാൽ ശുദ്ധമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന, നമുക്ക് ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന ഒരു സ്ഥാപനത്തെയാണ് ലൈവ് ടിവിയുടെ എൻ്റയർ മീഡിയ ടീം ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ കോട്ടയം ജില്ലയിലെ കൊല്ലാട് റോഡിലെ പരുത്തുംപാറയിലുള്ള ഗ്രാമീണ പ്രൊഡ്യൂസ് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, അതുപോലെ തന്നെ ശുദ്ധമായ മുളക് പൊടിയും കാര്യങ്ങളും ഒക്കെ ഇവിടെ ലഭിക്കുന്നുണ്ട്. എൻ്റെ വിശദമായ വിവരങ്ങൾ നമുക്കൊന്നറിയാം. ഓക്കെ, ശുദ്ധമായ കൊപ്ര തിന്നുകൊണ്ട് നമുക്ക് വിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലാം. ഗ്രാമീണ പ്രൊഡ്യൂസിൻ്റെ പ്രൊപ്പറേറ്റർ പ്രിയപ്പെട്ട മനോജേട്ടൻ ഇവിടെ പച്ചയായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന ഈ ഷോപ്പിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ്. ചേട്ടാ നമസ്കാരമുണ്ട്. നമസ്കാരം. പച്ച ഉടുപ്പ്, പച്ചയായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നമ്മൾ കൊടുക്കുന്നു. അതിൻ്റെ ഒരു പ്രതീകമായിരിക്കും ഇതല്ലേ? അതെ അതെ. ശരിക്കും ഇങ്ങനെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ കൃഷിയും കാര്യങ്ങളൊന്നും ഇല്ല, തിരക്ക് പിടിച്ച ജീവിതം. അതിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മൾ ഇങ്ങനെ ശുദ്ധമായ ഉൽപ്പന്നങ്ങൾ കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഞാനൊരു 25 വർഷക്കാലം ഗൾഫിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. ശരി. അപ്പം നാട്ടിൽ വന്നപ്പോൾ എന്തായാലും ഈ കൊടുക്കുന്ന നല്ല ഭക്ഷ്യവസ്തുക്കൾ മനുഷ്യരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരാശയം, അതുപോലെ എനിക്കിതുകൊണ്ടൊരു ജീവിതമാർഗവും കൂടെ കണ്ടെത്തണം. കൊടുക്കുമ്പോൾ നല്ല സാധനങ്ങൾ കൊടുത്താൽ ആളുകൾ തേടിയെത്തും. അത് ശരിയാണ്. അത് അങ്ങനെ ആ ഒരു കൺസെപ്റ്റിൽ വഴിയാണ്. അതുപോലെ തന്നെ ഇത് മാന്നാറിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതിൻ്റെ തന്നെ ഒരു ബ്രാഞ്ച് നടത്തുന്നുണ്ട്. അപ്പം എനിക്ക് എളുപ്പമായിരുന്നു ഇതിലേക്ക് എത്താൻ വേണ്ടി. അപ്പം അങ്ങനെ അദ്ദേഹം വഴിയാണ് ഞാൻ ഇതിലേക്ക് എത്തിയത്. ഇതെല്ലാം നമ്മുടെ കൊപ്രായും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ? ആയിരിക്കുന്നതെല്ലാം നമ്മുടെ അതെ അതെ അതെ. അത് കുഴപ്പമില്ല. എന്തായാലും എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്? വെളിച്ചെണ്ണ, ഇത് കൂടാതെ നമ്മൾ ഈ പൊടി ഐറ്റംസ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അരിപ്പൊടി, ഗോതമ്പൊടി, രാഗിപ്പൊടി, ഇതൊക്കെ പിന്നെ ഇവിടെ അതൊക്കെ നമ്മൾ വീട്ടിലാണ് പൊടിച്ച് ഇവിടെ സപ്ലൈ ചെയ്യുന്നത്. വീട്ടിൽ വൈഫ്, അമ്മച്ചി, അതുപോലെ എൻ്റെ ഫാദർ, അവരെല്ലാവരും കൂടെ അത് കുടുംബപരമായിട്ട് തന്നെ നല്ല ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചേക്കുകയാണ്. അതെ അതെ. അതേപോലെ തന്നെ ഇതിപ്പോൾ എത്ര വർഷമായി നമ്മൾ ആരംഭിച്ചിട്ട്? ഇപ്പോൾ 2.5 വർഷം. ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് ആളുകളിലേക്ക് എത്തിക്കുന്നത്? നമുക്ക് ഏജൻസികളുണ്ടോ അതോ നമ്മൾ ഇവിടെ തന്നെ? ഇല്ല, ഇവിടെ തന്നെ ആളുകൾ വന്ന് വാങ്ങുകയാണ്. പിന്നെ കൂടാതെ കുറച്ച് കടകളിൽ കൊടുക്കുന്നുണ്ട്. അത് എനിക്ക് ഇവിടുന്ന് ചിരിഞ്ചർ വരെയുള്ള നമ്മുടെ യാത്രയിലുള്ള കുറച്ച് കടകൾ. ചിരിഞ്ചിറ എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരിയിലേക്ക്. അതെ അതെ അതെ. ആ യാത്രയിലുള്ള കുറച്ച് കടകൾ. ശരി. അങ്ങനെയുള്ള കാര്യങ്ങളല്ല, വാമൊഴിയാണ്. അതെ അതെ അതെ. എന്തായാലും വലിയൊരു കൺസെപ്റ്റാണ് ഇങ്ങനെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കൊടുക്കുക എന്നുള്ളത്. മറ്റ് പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ നിന്നും ആളുകൾക്ക് വാങ്ങാൻ കഴിയുന്നത്? മുളക് പൊടി 4 ഐറ്റം ഉണ്ട്. അത് ശരി. ചെറിയ മുളക് പൊടി, കാശ്മീരി, പിന്നെ സാധാ മുളക് പൊടി, അതുപോലെ മിക്സഡ് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അരിപ്പൊടി, ഗോതമ്പൊടി, റാഗിപ്പൊടി, പിന്നെ ബിരിയാണി ഐറ്റംസ് എല്ലാം ഉണ്ട്. ബിരിയാണി അരി, അതുപോലെ മസാലക്കൂട്ടുകൾ, പിന്നെ പയറുവർഗ്ഗങ്ങൾ, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം. പിന്നെ കുടംപുളി, വാളംപുളി, ശരിക്കും മനോഹരമായ പേരാണ്. ഒരു ഗ്രാമീണത തുളുമ്പുന്ന ഗ്രാമീണ പ്രൊഡ്യൂസ്. ഇതൊരു ബ്രാൻഡ് നെയിമാണ്. ഞങ്ങളൊരു 15 ഇതോടെ കൂട്ടി മൊത്തം 16-17 ബ്രാഞ്ചുകളുണ്ട്. അങ്ങനെ അത് കോട്ടയം ജില്ലയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മെയിൻ കൺസേൺ ഒരു ഗുജറാത്തി, കേതൻ ഷാ എന്ന് പറയുന്ന ഒരു ഗുജറാത്തിയാണ് ഇതിൻ്റെ
തലപ്പത്ത് നിൽക്കുന്നത്. പുള്ളിക്ക് തന്നെ തെങ്ങും തോപ്പുണ്ട്. പുള്ളി അങ്ങനെ അതിൽ നിന്ന് തന്നെ കേരളീയർക്ക് ശുദ്ധമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ വേണ്ടി ഗുജറാത്തിൽ വേണ്ടി വന്നു. നമ്മളതിന്റെ കട്ടപ്പനയിലാണ് നമ്മുടെ മെയിൻ ഹെഡ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. അവിടുന്ന് ഞങ്ങൾ കുറേ ബ്രാഞ്ചുകളുണ്ട്. മാന്നാറ്, കോന്നി. ഈ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഉദ്ദേശിക്കുന്നത് നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണ. അതെ. ഇതൊക്കെ പ്രത്യേകത ഞങ്ങളുടെ പിന്നെ ഈ ഗ്രൂപ്പുകളിൽ നിന്നാണ് അമേരിക്കക്ക് കയറ്റി അയക്കുന്നുണ്ട്. ഓ ശരി. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പുകൾ തന്നെ അതുകൊണ്ട് തന്നെ നല്ല കൊപ്രയാണ് നമുക്ക് ലഭിക്കുന്നത്. കൊപ്ര കാണുമ്പോൾ അറിയാം ഇതിൽ ശുദ്ധമായി നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇതൊക്കെ നമ്മുടെ പണ്ടത്തെ കാലത്തൊക്കെ കിട്ടിയിരുന്ന കൊപ്ര ടേസ്റ്റ് ഈ സൾഫറുള്ള കൊപ്രയൊക്കെയാണ് ഇപ്പോൾ കൂടുതലും വരുന്നത്. ഇതൊക്കെ കേരളത്തിൽ തന്നെയാണോ ശേഖരിക്കുന്നത്? അതെ കേരളത്തിൽ തന്നെ ശേഖരിക്കുന്നത്. ഇവിടെ വരുന്നവർക്കറിയാം. അതുപോലെ തന്നെ തുടർന്നും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. നമുക്ക് ഒരു രീതിയിലും ഒരു മായവും ഇല്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ലൊക്കേഷനും കൂടെ പറഞ്ഞിട്ട്. ലൊക്കേഷൻ നമ്മുടെ പരുത്തുംപാറയിൽ നിന്ന് പുതുപ്പള്ളിയിലേക്ക് കൊല്ലാട് റോഡിലേക്ക് പോകുമ്പോൾ ആ ജംഗ്ഷൻ കവലയിൽ തന്നെ, പുതുപ്പള്ളിയിൽ നിന്ന് പരുത്തുംപാറ കവലയിൽ തന്നെ പുതുപ്പള്ളിയിലേക്ക് പോകുമ്പോൾ. ശരി. എന്തായാലും ഒരു പച്ചയായ മനുഷ്യൻ്റെ വാക്കുകൾ, സത്യസന്ധമായ വാക്കുകളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. അപ്പം ഇവിടുത്തെ വിശദമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് താങ്കൾക്ക് പ്രത്യേക നന്ദി പറയുകയാണ്. ശുദ്ധമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് നേരെ പരുത്തുംപാറയിലേക്ക് പോരുക. ഗ്രാമീണ പ്രൊഡ്യൂസ് നിങ്ങളെ കാത്തിരിക്കുകയാണ്. നമുക്ക് ശരീരം ആരോഗ്യത്തോടെ സംരക്ഷിക്കുവാൻ ഇവിടുത്തെ ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് പ്രയോജനം ചെയ്യും. മനോഹരമായ എപ്പിസോഡുകൾ സമാപിക്കുകയാണ്. NTR മീഡിയ ടീമിനും പ്രിയപ്പെട്ട ക്യാമറാമാൻ റിജോയ് പറവൂരിനൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട മനോജേട്ടനും ഒപ്പം സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി.